ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ബാംഗ്ലൂരുവിൽ നടന്ന 6ാമത് ഇന്ത്യ ഫ്രാൻസ് വാർഷിക പ്രതിരോധ ചർച്ചയിൽ സുപ്രധാനമായ ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി കാതറിൻ വോട്ടറിനും സംയുക്തമായി അധ്യക്ഷത വഹിച്ച ചടങ്ങിലെ തീരുമാനങ്ങൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയെ ഏത് രീതിയിലാണ് മാറ്റിമറിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇതുവരെ നമ്മൾ പ്രധാനപ്പെട്ട പല ആയുധങ്ങളും ഫ്രാൻസിൽ നിന്നും വാങ്ങുകയായിരുന്നു. എന്നാൽ ഇനി മുതൽ നമ്മൾ അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്നു. നമ്മുടെ അതിർത്തികൾ കാക്കുന്ന യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കും ഇനി മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്ത് ലഭിക്കുമെന്നർത്ഥം. ചർച്ചയിലെ ഏറ്റവും വലിയ പ്രഖ്യാപനം ഹാമർ മിസൈലുകളെ കുറിച്ചാണ്. നിലവിൽ നമ്മളുടെ റഫാൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഈ അത്യാധുനികമായ മിസൈലുകൾ ഇനി ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടും. ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, ഫ്രഞ്ച് കമ്പനിയായ സഫ്രാൻ എന്നിവർ സംയുക്തമായാണ് ഇത് നിർമ്മിക്കുക. ആകാശത്ത് നിന്നും ഭൂമിയിലെ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോടെ യുദ്ധസമയത്ത് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ നമുക്ക് ഇല്ലാതാകും. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണമാണ്. നമ്മുടെ 5ാം തലമുറ യുദ്ധവിമാനമായ AMCAക്ക് കരുത്തുറ്റ എഞ്ചിൻ വേണം. ഇതിനായി സഫ്രാൻ കമ്പനിയുമായി ചേർന്ന് എഞ്ചിൻ നിർമ്മാണത്തിലുള്ള പുതിയ ധാരണാപത്രത്തിലും ഇന്ത്യ ഒപ്പിട്ട് കഴിഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി വികസിപ്പിച്ചെടുക്കുന്ന ഇരട്ട എഞ്ചിനുള്ള സ്പെഷ്യൽ സ്റ്റെൽത്ത് ഫീച്ചറുകളുള്ള അത്യാധുനികമായ യുദ്ധവിമാനമാണിത്. നിലവിൽ അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉള്ളത്. ഇത് കേവലം എഞ്ചിൻ വാങ്ങലല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം കൂടിയാണ്. അതായത് എഞ്ചിൻ എങ്ങനെ നിർമ്മിക്കണം എന്ന രഹസ്യം കൂടി ഫ്രാൻസ് നമുക്ക് നൽകുന്നു. ഇതോടെ യുദ്ധവിമാനങ്ങളുടെ എഞ്ചിൻ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടുന്ന ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറും. നാവികസേനയ്ക്കായി 26 റഫാൽ M വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറും സജീവമായി മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിനൊപ്പം തന്നെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളുടെ നിർമ്മാണവും ചർച്ചയായി. സമുദ്രാതിർത്തികളിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഈ സഹകരണം സഹായിക്കും. വെറുമൊരു മിസൈൽ കരാറിൽ ഒതുങ്ങുന്നതല്ല ഈ ചർച്ച. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള 10 വർഷത്തെ സമഗ്ര പ്രതിരോധ കരാർ പുതുക്കുന്നതിലൂടെ വരും പതിറ്റാണ്ടിലും ഇന്ത്യയുടെ സുരക്ഷാ പങ്കാളിയായി ഫ്രാൻസ് തുടരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ടാറ്റയും എയർബസും ചേർന്ന് ബാംഗ്ലൂരുവിൽ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നത് നാം കണ്ടു. ഇതിന് പിന്നാലെയാണ് മിസൈലുകളുടെയും എഞ്ചിനുകളുടെയും നിർമ്മാണം ഇന്ത്യയിലേക്ക് വരുന്നത്. മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു മുദ്രാവാക്യമല്ലെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കരയിലും കടലിലും ആകാശത്തും ഇന്ത്യക്കൊപ്പം നിൽക്കാൻ ഫ്രാൻസ് തയ്യാറാണ്. ഇന്ത്യയുടെ ആകാശം കാക്കാൻ ഫ്രാൻസിന്റെ കരുത്തും ഇന്ത്യയുടെ ബുദ്ധിയും ഒന്നിക്കുന്നു. ആയുധങ്ങൾക്കായി ലോകത്തിന് മുന്നിൽ കൈനീട്ടിയിരുന്ന കാലം അവസാനിച്ചു. ഇനി ഇന്ത്യ ലോകത്തിന് ആയുധങ്ങൾ നൽകുന്ന കാലമാണ്. മേക്ക് ഇൻ ഇന്ത്യ മുദ്രാവാക്യങ്ങൾ ഇനി ആകാശത്തും യുദ്ധക്കളത്തിലും മുഴങ്ങും.